സന്ദീപ് വാര്യരുടെ കടന്നുവരവോടെ കോൺഗ്രസിന്റെ നീക്കങ്ങളിലും സമവാക്യങ്ങളെല്ലാം തന്നെ വലിയ വ്യത്യാസം സംഭവിച്ചിരിക്കുകയാണ്. ആർക്ക് വേണമെങ്കിലും കടന്നുവരാമെന്ന് കോൺഗ്രസ് പല തവണകളിലായി ഏറ്റു പറയുകയാണ്. എന്നാൽ ആ തുറന്നിട്ടിരിക്കുന്ന വാതിൽ ഇപ്പോൾ വെല്ലുവിളിയായി നിൽക്കുന്നത് BJPക്കല്ല, മറിച്ച് CPM-നാണ്. പിണങ്ങി നിന്ന G സുധാകരൻ വാതിൽപ്പടി താണ്ടുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ KC വേണുഗോപാൽ തുടക്കമിട്ടിരിക്കുന്നത്. CPM നേതാവായ G സുധാകരനെ സന്ദർശിച്ചുകൊണ്ട് AICC ജനറൽ സെക്രട്ടറിയും ആലപ്പുഴ MP-യുമായ KC വേണുഗോപാൽ ഇന്ന് പുതിയ ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. സുധാകരന്റെ വീട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദർശനം. CPM-ൽ G സുധാകരൻ അസംതൃപ്തനാണെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് വേണുഗോപാലിന്റെ സന്ദർശനം. എന്നാൽ അതേസമയം തന്നെ അതൊരു സൗഹൃദ സന്ദർശനമായിരുന്നുവെന്നാണ് KC വേണുഗോപാൽ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും രാഷ്ട്രീയമായ എതിർപ്പുകൾ ഉണ്ടെങ്കിലും വർഷങ്ങളായി സൗഹൃദമുണ്ട് എന്നും സുധാകരന് അതൃപ്തിയുണ്ടോ എന്ന് അദ്ദേഹമാണ് പറയേണ്ടതെന്നും KC വേണുഗോപാൽ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാൽ വേണുഗോപാലിന്റെ സന്ദർശനത്തിൽ രാഷ്ട്രീയം ചർച്ചയായില്ല എന്ന് G സുധാകരൻ വിശദീകരിക്കുന്നുമുണ്ട്. തന്റെ ആരോഗ്യസ്ഥിതി അന്വേഷിക്കാൻ വന്നതാണ്, സ്വാഭാവികമായ സന്ദർശനവുമാണ്. വളരെ കാലമായി രാഷ്ട്രീയത്തിലുള്ള ആളല്ലേ, മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ഥാനം മാത്രമേ ഒഴിഞ്ഞിട്ടുള്ളൂ. എനിക്ക് എന്താണ് അതൃപ്തിയെന്നും പാർട്ടിയിൽ ഇല്ലാത്തവർക്കും പാർട്ടി വിട്ടുപോകുന്നവർക്കുമെല്ലാം തന്നെ എന്നെ പറ്റി പറയേണ്ടി വരുന്നെന്നും അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. തന്റെ രാഷ്ട്രീയ ജീവിതം അവഗണിക്കാൻ പറ്റുന്നതല്ല എന്ന അർത്ഥമേ അതിനുള്ളൂവെന്നും കഴിഞ്ഞ ദിവസം പാർട്ടി വിട്ട ബിപിൻ സി ബാബുവിന്റെയും BJP അധ്യക്ഷനായ K സുരേന്ദ്രന്റെയും പരാമർശങ്ങൾ സംബന്ധിച്ച ചോദ്യങ്ങളോട് G സുധാകരൻ പ്രതികരിക്കുന്നുമുണ്ട്. പാർട്ടിയിൽ G സുധാകരന്റെ അവസ്ഥ ദയനീയമാണെന്ന് BJP-യിൽ ചേർന്നതിന് പിന്നാലെ ബിപിൻ സി ബാബു പറഞ്ഞിരുന്നു. നേരത്തെ മുസ്ലിം ലീഗ് ദിനപത്രമായ ചന്ദ്രികയുടെ പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിൽ നിന്ന് സുധാകരൻ പിന്മാറിയിരുന്നു. പുന്നപ്രയിലെ സുധാകരന്റെ വസതിയിൽ വെച്ചുകൊണ്ടായിരുന്നു ക്യാമ്പയിനിന്റെ ഉദ്ഘാടനം നടക്കേണ്ടിയിരുന്നത്. വിവാദത്തിന് താല്പര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പിന്മാറ്റം. മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രികയുടെ പ്രചാരണ ക്യാമ്പിൽ നിന്ന് ഉദ്ഘാടനത്തിൽ നിന്ന് അവസാന നിമിഷം പിന്മാറിയ മുതിർന്ന CPM നേതാവും മുൻ മന്ത്രിയുമായ G സുധാകരൻ അതോടെ ചർച്ചയിൽ ഇടം പിടിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു പരിപാടിയുടെ ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നത്. ചടങ്ങിനായി മുസ്ലിം ലീഗ് ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെ G സുധാകരന്റെ വസതിയായ നവനീതത്തിൽ എത്തിയെങ്കിലും അദ്ദേഹം അസൗകര്യം അറിയിക്കുകയായിരുന്നു. തുടർച്ചയായി ജില്ലയിലെ പാർട്ടി പരിപാടികളിൽ നിന്ന് സുധാകരനെ മാറ്റി നിർത്തുകയും നേതൃത്വത്തിനെതിരെ സുധാകരൻ കടുത്ത വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നത് തുടരുന്നതിന് ഇടയിലാണ് ഈ സംഭവ വികാസം. പാർട്ടിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് സുധാകരൻ ചടങ്ങിൽ നിന്ന് അവസാന നിമിഷം പിന്മാറിയത് എന്നതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പ്രതിപക്ഷ സഖ്യത്തിലെ മുൻനിര കക്ഷികളിൽ ഒന്നിന്റെ പരിപാടിയിൽ സുധാകരൻ പങ്കെടുത്താൽ അത് തെറ്റായ ചർച്ചകൾക്ക് ഇടയൊരുക്കുമെന്നതായിരുന്നു CPM-ന്റെ ആശങ്ക. കൂടാതെ വലിയൊരു വിവാദത്തിന് കൂടി ജില്ലയിൽ തുടക്കമിടും. ഈ സാഹചര്യത്തിൽ വിവാദങ്ങൾക്ക് താല്പര്യമില്ല എന്ന് അറിയിച്ചുകൊണ്ടാണ് സുധാകരൻ ചടങ്ങിൽ നിന്നും പിന്മാറി നിന്നത്. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള എല്ലാ രാഷ്ട്രീയ സാഹചര്യങ്ങളെയും തങ്ങൾക്ക് അനുകൂലമാക്കി നീക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് അനുകൂല കാലഘട്ടം തന്നെയാണ്. 2021 ശേഷമുള്ള തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുമ്പോൾ, ഉപതെരഞ്ഞെടുപ്പുകളാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളാണെങ്കിലും എല്ലാം പരിശോധിക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ അനുകൂലമായ കാലാവസ്ഥയാണ്. ആ കാലാവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ BJPക്കുള്ളിൽ നിന്നുമാണെങ്കിലും CPM-നുള്ളിൽ നിന്നുമാണെങ്കിലുള്ള വലിയ പ്രശ്നങ്ങളെ, അസ്വസ്ഥതകളെ മുതലെടുക്കാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസ് ഇപ്പോൾ ചെയ്യുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതുവരെ ഒരു നേതൃത്വമില്ല എന്നുള്ള പരാതികൾ നിരന്തരമായി ഉയർന്നു വന്നിരുന്നു. പടലപ്പിണക്കങ്ങളെല്ലാം തന്നെ രൂക്ഷമായി നിലനിൽക്കുകയും ചെയ്തിരുന്നു. അതിനിടയിൽ KC വേണുഗോപാലിന്റെ കടന്നുവരവും VD സതീശന്റെ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് ആയിട്ടുള്ള രൂപമാറ്റവുമെല്ലാം തന്നെ കോൺഗ്രസിന് ഒരു പുതിയ മുഖം സമ്മാനിച്ചിരിക്കുകയാണ്. കോൺഗ്രസിലേക്ക് രംഗപ്രവേശനം ചെയ്തതിനു ശേഷം BJPക്കായി കോൺഗ്രസിന്റെ എല്ലാ വാതിലുകളും തുറന്നിട്ടുകൊണ്ടായിരുന്നു സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെ നിലപാട് അറിയിച്ചത്. യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് സന്ദീപ് വാര്യർ ഒരു തുറുപ്പ് ചീട്ട് തന്നെയായിരുന്നു. അത്ര കണ്ട് വലതുപക്ഷ തീവ്ര സ്വഭാവമുള്ള ഒരു പാർട്ടിയിൽ നിന്നും കോൺഗ്രസിലേക്ക് വന്ന വ്യക്തി പിന്നീട് തീർത്തും കോൺഗ്രസുകാരനായി മാറുന്നതും അതേ തീവ്ര നിലപാടുകൾക്കെല്ലാം എതിരെ ഉറക്കെ ശബ്ദിക്കുന്നതുമാണ് കാണുന്നത്. മാത്രമല്ല തന്റെ പാർട്ടിയിൽ നിന്നുമുള്ള അഥവാ താൻ വിശ്വസിച്ചിരുന്ന പ്രസ്ഥാനത്തിൽ നിന്നുള്ള മറ്റ് പ്രമുഖ നേതാക്കളെയും അദ്ദേഹം സ്വാഗതം ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ ഇനി വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ K മുരളീധരനോടൊപ്പം തന്നെ പാലക്കാട് നിന്നുകൊണ്ട് പടവെട്ടാൻ തന്നെയാണ് സന്ദീപ് വാര്യരുടെയും പുറപ്പാട്. പ്രത്യേകിച്ചും BJPക്ക് ഏറെ സ്വാധീനമുള്ള, സന്ദീപ് വാര്യർക്കും ഏറെ സ്വാധീനമുള്ള പാലക്കാട് സന്ദീപ് വാര്യർ പോലും കളത്തിലിറങ്ങിക്കൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് വേണ്ടി കളത്തിലിറങ്ങുമ്പോൾ അവിടെയും കോൺഗ്രസിന് അനുകൂല തരംഗം തന്നെയാണ്. ഒരർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവുമായി ഒട്ടനവധി നേതാക്കളാണ് മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറിയത്. പക്ഷേ ആ നേതാക്കൾക്കെല്ലാം ലഭിച്ചതിനേക്കാൾ കൂടുതൽ സൗകര്യവും സ്വീകാര്യതയും സന്ദീപ് വാര്യർക്ക് ലഭിച്ചു എന്നതാണ്. ഒരർത്ഥത്തിൽ P സരിൻ സ്ഥാനാർത്ഥിയെങ്കിലും P സരിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇടതുപക്ഷം കൂടെ നിർത്താനുള്ള തീവ്ര ശ്രമം നടത്തുന്നുണ്ടെങ്കിലും P സരിനെതിരെയുള്ള ആക്ഷേപങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല സന്ദീപ് വാര്യരുടെ കാര്യം. കോൺഗ്രസിലാണെങ്കിലും BJPയിലാണെങ്കിലും സന്ദീപിന്
തെരഞ്ഞെടുപ്പിനുള്ള പിന്തുണ ഏറെ തന്നെയാണ്. അതേ പിന്തുണ തന്നെയാണ് ഇപ്പോൾ മറ്റ് നേതാക്കളെയും കോൺഗ്രസിലേക്ക് ആകർഷിക്കുന്നത്. ജി സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹം പലപ്പോഴായി CPM-ൽ നിന്നാണെങ്കിലും ഇടതുമുന്നണിയുമായി പലപ്പോഴായി കലഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. പലതരത്തിലുള്ള വിമർശനങ്ങൾക്കും പലതരത്തിലുള്ള വാർത്തകൾക്കും പാത്രമാകേണ്ടി വന്ന വ്യക്തിയാണ്. ആ അസ്വസ്ഥതയെ തന്നെയാണ് ഇപ്പോൾ KC വേണുഗോപാൽ നേരിട്ടെത്തിക്കൊണ്ട് കൂടെ നിർത്താനായിട്ട് ശ്രമിക്കുന്നത്. ഒരർത്ഥത്തിൽ സൗഹൃദ സന്ദർശനം എന്നെല്ലാം പറയുമ്പോഴും ഒരു മുന്നണി മാറ്റത്തിലേക്ക് അഥവാ ഒരു പാർട്ടി മാറ്റത്തിലേക്ക് ആ സന്ദർശനം നീളുന്നുണ്ട് എന്ന് തന്നെയാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ തങ്ങളുടെ വാതിലുകളെല്ലാം തുറന്നിട്ടുകൊണ്ട് കോൺഗ്രസ് ഇപ്പോൾ കേരളത്തിൽ ശക്തി ആർജിക്കുന്ന കാഴ്ച തന്നെയാണ് കാണുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു ശുദ്ധികലശത്തിന് വലിയ തരത്തിലുള്ള ഒരു പുനഃസംഘടനയ്ക്ക് പുതിയ സമാഖ്യങ്ങളെല്ലാം രചിക്കാനായിട്ട് കോൺഗ്രസ് തയ്യാറെടുക്കുന്നതിന്റെ സൂചന തന്നെയാണ് ഈ കാണുന്നതെല്ലാം.